ബിഗ് ബോസ് മലയാളം സീസൺ 7 നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് ആയിരുന്നു ആദില അതേപോലെ തന്നെ നൂറ. ഇവർ രണ്ടുപേരും നല്ല കിഡിലൻ ഗെയിമേഴ്സ് ആണ്. ഇവര് പല സ്ഥലത്തായിട്ട് പറന്നു നടക്കുന്ന ബട്ടർഫ്ലൈസ് ആണെന്നും പൂമ്പാറ്റകളാണെന്നും ഒക്കെ അതിനകത്തുള്ള മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇവരെ രണ്ടുപേരെയും വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ലക്ഷ്മിയുടെ റിമാർക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഹൈപ്പിൽ നിന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ആദിലയും നൂറയും. ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലെ പോളുകളിലും എല്ലാം നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതിലേക്കാളും നൂറൊക്കെ ഉണ്ട്, പക്ഷെ ആദിലയും നൂറ് രണ്ടുപേരും ഒരേ അളവിൽ തന്നെ നല്ല വോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഒരു ഡബിൾ ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോ ഇരട്ടത്താപ്പ് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. മെയിനായിട്ട് ആദിലയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആദിലയ്ക്ക് ഒരാഴ്ച മുമ്പ് വരെ ഷാനവാസിക്ക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഷാനവാസിക്കയ്ക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള രണ്ടുപേരായിരുന്നു ഷാനവാസിക്കയും ആദിലയും. ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് വരെ ആ ഒരു നോമിനേഷന്റെ സമയത്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, നെവിനെയാണ് അതിലെ നോമിനേറ്റ് ചെയ്തത്. അത് പറയുന്നത് എന്താണ്? ഷാനവാസിന്റെ ആ ഒരു റീസൺ എടുത്തിട്ടാണ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. പലരും ഓർത്തോണ്ടിരിക്കുന്ന ഷാനവാസ് ആണ് ആ ഒരു റീസൺ പറഞ്ഞ് തുടങ്ങിയതെന്നുള്ളതാണ്. ആദിലയാണ് അത് ശരിക്കും എടുത്തിട്ടത്. ആദിലയാണ് ആ ഒരു എൻ്റയർ ആരോപണം തന്നെ പുറം ലോകത്തെ അറിയിച്ചത് ആദിലയാണ്. അപ്പൊ അവിടെ ഷാനവാസിനെ വിമർശിക്കുന്നവർ ഷാനവാസിനെ പോലും വിമർശിക്കേണ്ട ആവശ്യമില്ല. കാരണം ആദിലയാണ് അത് പുറം ലോകത്തിന് മുമ്പിൽ എത്തിച്ചത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ബി ഹോട്ടൽ ടാസ്ക് തുടങ്ങി, ശോഭേ ഷിയാസും വന്നുപോയി. റിയാസ് കയറിയതിനു ശേഷം റിയാസിന്റെ ഓരോ മാനിപ്പുലേഷൻ പരിപാടികളും കാരണം ആദില എന്ത് ചെയ്തു? ആദില ഷാനവാസിനെതിരായി. ഷാനവാസിനെതിരായിട്ട് നെവിനെ കൂട്ടുപിടിച്ച് നെവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഡബിൾ ഗെയിം അല്ലേ അത്? ഡബിൾ കളികളാണ്. ഇങ്ങനെയുള്ള ഡബിൾ കളികൾ നമുക്ക് വെച്ചു ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. അത് ഏത് രീതിയിലാണെങ്കിലും നമ്മളൊരു ആളോട് കമ്പനി കൂടുകയാണ്. ഇപ്പൊ ഇക്കയാണ് ചേട്ടനാണെന്നൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കര പെങ്ങളുകുട്ടിക്കളിയൊക്കെ ആയിരുന്നു ഷാനവാസിന്റെ അടുത്ത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല, ലൈവ് അത്രയും കണ്ടിട്ടുള്ള ഫോളോ ചെയ്തിട്ടുള്ളവരാണ് നമ്മള്. അപ്പോ ആദിലയുടെ കൂടെയും നൂറയുടെ കൂടെ ഒക്കെ ഇരുന്ന് ഷാനവാസ് ഒരുപാട് നേരം സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള 3 പേരായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? റിയാസ് വന്ന് കയറിയപ്പോൾ ഷാനവാസിനെതിരാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് എന്തുകൊണ്ടാണ് ഇത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആദിലയുടെ നൂറയുടെ ഒരു ഓഡിയൻസ് ഗെയിമിനെ ബാധിക്കുന്ന കാര്യങ്ങളാണത്. ഇപ്പോ റിയാസ് കളിച്ച പോലത്തെ ഒരു എന്താ പറയാ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുള്ള ആ ഒരു ഗെയിമിലേക്ക് ഇവരെയും ആക്കി തീർക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോ ഇവർക്ക് വിന്നിംഗ് പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ടോപ്പ് 3 നിൽക്കാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. എങ്ങനെ ആദിലയുടെ ഗെയിം ഇനി ഇതിൽ നിന്ന് പുറത്തു വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇപ്പോ ആദ്യം നെവിനെതിരായിട്ട് നിന്ന് നെവിനെ നോമിനേറ്റ് ഒക്കെ ചെയ്ത് നെവിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ട് നെവിന്റെ കൂട്ടുപിടിക്കുന്നതും പിന്നെ ഷാനവാസിനെതിരാവുന്നതും, ആദ്യം ഷാനവാസ് വലിയ അപ്പോ അടയാണെന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നീട് ഷാനവാസിനെതിരാവുന്നതും ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. അതാണ് ആദിലാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട്. എല്ലാം കണ്ടിട്ടേ പ്രേക്ഷകർ വിലയിരുത്തത്തുള്ളൂ. അപ്പോൾ ഓഡിയൻസ് ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുക. ഷാനവാസും മനീഷും അനുമോളും ഒക്കെ കളിക്കുന്ന പോലത്തെ ഒരു പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ടുള്ള ഒരു കളി കളിക്കാനായിട്ട് ശ്രമിക്കുക. അനുമോൾക്കൊക്കെ എതിരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അനുമോളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു വിഭാഗം തീർച്ചയായിട്ടും അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു സപ്പോർട്ട് അങ്ങ് പോയി കിട്ടും. അപ്പൊ അവിടെ തന്നെ ഒരു എന്താ പറയാ 30% കട്ടാണ്. ഇവിടുന്ന് പിന്നെ ബാക്കിയുള്ളതാണ് കുറയാനായിട്ട് പോകുന്നത്. ഓരോരോ പടിയായിട്ട് കുറഞ്ഞു എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു 85 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആദില പയ്യങ്ങ് ഔട്ടാവും, അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ച തന്നെ ഔട്ടാവും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. പോയപ്പോ ആർക്ക് പോയി? റിയാസിന് പോയൊന്നുമില്ല, ആദിലയ്ക്ക് പോയി. ഇത്രേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്